അങ്ങനെ പാറുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഇടുന്നതിന് മുമ്പ് പാറുവിൻ്റെ ബർത്ത്ഡേക്ക് കൂടി വേണ്ടിയിട്ട് നമ്മൾ ലുലുവിൽ പോയ ഒരു കഥ. ലുലുവിൽ എപ്പോഴും പോകാറുണ്ട്, എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. പാറുക്കുട്ടി കുറച്ചുകൂടി ചെറുതായിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ആ പോക്ക് കുറച്ചായിട്ട് അങ്ങ് കുറഞ്ഞു. ഇന്ന് ലുലുവിൽ പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അധികമൊന്നും വാങ്ങിച്ചില്ല എന്ന് തന്നെ പറയാം. റേറ്റൊക്കെ ഭയങ്കര ഹൈ ആയിരുന്നു. ഇനി ഞങ്ങൾ ലുലുവിൽ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ടുള്ള രീതിയിൽ 1-2 വാങ്ങാം എന്നുള്ളതാണ്. അങ്ങനെയാണ് ലുലുവിൽ പോകുന്നത്. പിന്നെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കുറച്ച് സെലിബ്രേഷനും കാര്യങ്ങളും ബലൂണ് അതൊക്കെ വാങ്ങാനും ലുലുവിൽ പോയി. മംഗൂസ്റ്റീനൊക്കെ 1-2 വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാം ബോക്സിലാക്കിയാണ് വെച്ചേക്കണം. എങ്ങനെ എടുക്കും? ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഒരു ബോക്സിന് തന്നെ 200 രൂപ 300 രൂപയാണ് റേറ്റ്. പിന്നെ അവക്കാഡോയ്ക്ക് പോയി. അവക്കാഡോവും പഴുത്തിട്ടൊന്നുമില്ല, ഇനി പഴുക്കാൻ ലേറ്റാവും, പിന്നെ റേറ്റും കൂടുതലായതുകൊണ്ട് എടുത്തില്ല. ബ്രക്കോളി വാങ്ങിയേ തീരുമെന്ന് പറഞ്ഞ് പോയി. ബ്രക്കോളി ആദ്യം ഒരുപാട് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ അവക്കാഡോ ഒക്കെ തപ്പിയിട്ട് ചേട്ടൻ പറയുകയാണെ അവക്കാഡോ വേണോ എന്നുള്ള രീതിക്കാണ് ഇരിക്കുന്നത്. ഇതാണ് അവക്കാഡോ, ഇത് വാങ്ങട്ടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ വേണോ വേണ്ട. പിന്നെ മീനിൻ്റെ സെക്ഷനിലോട്ട് പോയി. മീൻ വാങ്ങാനൊന്നുമല്ല, അതുവഴി കൂടി ചിക്കൻ വാങ്ങാനായിട്ട്. ചിക്കൻ്റെ വില 222 രൂപ. ആക്ച്വലി മീൻ കാണാൻ നമ്മളെ ഒരു റെഡ് മീൻ, നമ്മളെ റെഡ് മീൻ പോലത്തെ ഒരു മീനാണ്. അതാണ് എന്തോന്ന് ഫൈറ്റർ മീനിനെ നമ്മൾ കണ്ട്. മിട്ടുമീൻ, നമ്മുടെ ഫൈറ്ററൊക്കെ ചത്തുപോയില്ലേ, അപ്പം നമ്മൾ അതിനെ കൂടെ ഒന്ന് നോക്കിയല്ലേ. ഫൈറ്റർ അവിടെയും ഉണ്ടായിരുന്നു. ഒരു ബ്ലൂ കളറിന്റെ ഫൈറ്ററും ഉണ്ട്. ബ്ലൂ ഫൈറ്ററും ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്തത് മാത്രം മേടിച്ച്, പിന്നെ പറഞ്ഞ് അമ്മയ്ക്ക് ലിവർ ഇഷ്ടമാണ് അല്ലേ, അപ്പം ലിവറും കൂടെ അച്ഛൻ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ബോക്സ് ലിവറും കൂടെ എടുത്തു. അങ്ങനെ അതും കൊണ്ട് നമ്മൾ നേരെ എവിടെ പോയി? ഉണക്കമീൻ വാങ്ങാൻ പോയി. കൊഞ്ചിപ്പൊടിയൊക്കെ വാങ്ങാൻ പോയി. ഉണക്കമീൻ വാങ്ങാൻ പോയപ്പോഴത്തേക്കും അവിടെ കൊഞ്ചിപ്പൊടിയൊന്നും ഇല്ല. അവിടെ കുറേ ഉണക്കമീനുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കൊഞ്ചിപ്പൊടി വാങ്ങാനുള്ള പോയില്ലേ, തോരൻ വെക്കാനായിട്ട്, അതൊന്നും അവിടെ ഇല്ല. വലിയ കൊഞ്ചുണ്ടായിരുന്നു, അതിൻ്റെ ഉണങ്ങിയതുണ്ടായിരുന്നു, ചെറുതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങി. അപ്പോഴാണ് ഒരു മാമിയുടെ കയ്യിൽ ബ്രക്കോളി ഇരിക്കുന്നത് കണ്ടല്ലേ മക്കളെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ബ്രക്കോളി അന്വേഷിച്ച് പോയി. അമ്മ വാങ്ങിച്ചില്ലേ ബ്രക്കോളി എന്ന് പറഞ്ഞൊരു സാധനം? അത് പക്ഷേ ചെറുത് മുതൽ വലുത്, കുറച്ച് അത്യാവശ്യം വലുത് വരെയുള്ളതുണ്ടായിരുന്നു. അപ്പം ഒരാളായ ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് അത്യാവശ്യം ചെറുത് നോക്കി ഒരു 3-4 മേടിച്ചു. അതാകുമ്പോഴത്തേക്കും എനിക്ക് ആവശ്യമുള്ളത് മാത്രം എന്ന് പൊട്ടിച്ച് കഴിച്ചാലും പെട്ടെന്ന് ചീത്ത ആവത്തൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ മേടിച്ചു. ഇത് ഞാൻ മാഗ്നേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുത്തിട്ട് പച്ചരി കഴിക്കും, അല്ലാണ്ട് എന്തെങ്കിലും സാലഡിലൊക്കെ ഇട്ട് കഴിക്കും. നിങ്ങളൊക്കെ എങ്ങനെയാണ് ബ്രക്കോളി കഴിക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ നമ്മളെ വീഡിയോ അല്ലേ. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്തിട്ട് നേരെ ബർത്ത്ഡേ ഉള്ള സാധനം മേടിക്കാനായിട്ട് പോയി. ബർത്ത്ഡേക്കുള്ള സാധനത്തിന് നമുക്ക് പിങ്ക് കളറാണ് അല്ലേ തീം, പക്ഷേ പിങ്ക് ബലൂൺ മാത്രമായിട്ടില്ല. പിന്നെ പാറുക്കുട്ടി അവിടെ എല്ലാം അരിച്ച് പറക്കി. അവളൊരു ക്യാപ്പുണ്ട് 2 വേറെ. പിന്നെ നമുക്ക് വീണ്ടും ക്യാപ്പ് വേണമെന്ന് പറഞ്ഞ് ഒരു ക്യാപ്പ് കൂടെ അവിടെ നിന്ന് എടുത്ത്. പിന്നെ ആ സമയം നോക്കി അച്ഛൻ പോയത് എവിടെ? കേക്ക് വാങ്ങാൻ. ഏത് കേക്ക്? ക്രീം കേക്കല്ല, റോൾ കേക്ക്. അച്ഛൻ ഒരു റോൾ കേക്ക് വാങ്ങിച്ചുകൊണ്ട് തോന്നുന്നു. അതിനിടയ്ക്ക് നമ്മളിതൊക്കെ എടുക്കുന്നതിനിടയ്ക്ക് ഒരു റോള് കേക്ക് മേടിച്ചുകൊണ്ട് വന്നു അച്ഛൻ. ഒരു പച്ച കളറിലുള്ള റോള്, സ്വിസ് റോള്. അച്ഛൻ അവിടെ എവിടെയോ പോയി ആ ഷെൽഫ് മുഴുവൻ അരിച്ച് പറക്കി ഒരു സ്വിസ് റോൾ എടുത്തുകൊണ്ട് തന്നു. പിന്നെ ഇതൊന്നും വാങ്ങിച്ചില്ല, ഒരു ക്യാപ്പ് മാത്രമേ നമ്മൾ വാങ്ങിച്ചോളൂ അല്ലേ. ബാക്കി അങ്ങനെ സെലിബ്രേഷൻ ആവശ്യമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളതൊന്നും അവിടെ കണ്ടില്ല. പിന്നെ നമ്മൾ കപ്പ് കേക്ക് വാങ്ങിച്ച്. പാറുക്കുട്ടി ഈ കപ്പ് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അല്ലേ മക്കളെ? കപ്പ് കേക്ക് ഇഷ്ടമാണ്, പക്ഷെ കഴിച്ചില്ല അല്ലേ. ക്രീം മാത്രം കഴിച്ചിട്ട് കേക്കിന് ഇപ്പോഴും ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. അങ്ങനെ ക്യാപ്പൊക്കെ അഴിച്ച് പറക്കി നോക്കിയാണ് പാറുക്കുട്ടി. 4 ഇത് വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ 4 വാങ്ങിച്ചാലേ അത് മെഴുകുതിരിയില്ലേ, നമ്മൾ മെഴുകുതിരിയൊന്നും കേക്കിൽ വെച്ച് കത്തിച്ചിട്ട് ഊതി അണയ്ക്കാറൊന്നും ഇല്ലല്ലോ. ഫോർക്കല്ല, 4 എന്ന ലെറ്റർ. അവന് 4 വയസ്സായതുകൊണ്ട് അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചില്ല, തിരിച്ചു വെച്ച്.
ഷവർമ വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നേ. ഷവർമയ്ക്ക് ഓർഡർ കൊടുത്തിട്ട് നല്ല ചൂടായിട്ട് അവർ തരത്തുള്ളൂ. പക്ഷെ ഭയങ്കരമായിട്ട് ലേറ്റായി. അതിൻ്റെ ദേഷ്യത്തിലാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അണച്ചു പോയി എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. എൻ്റെ വീഡിയോ എടുക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ നിൽക്കുകയാണ്, ഷവർമ തരാതെ. ഇവളാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ കമന്നടിച്ച് കിടക്കുകയായിരുന്നു. അത്രയ്ക്ക് രീതിയിൽ അക്രമം കാണിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് വേര് മുളയ്ക്കുന്നതായപ്പോൾ 1-2 ഐറ്റം കൂടെ അവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്ത്. പിന്നെ ഷവർമ ആദ്യം കിട്ടിയപ്പോൾ അതിനെ ആദ്യം നമ്മൾ ബോക്സിലാക്കി കഴിഞ്ഞ് വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്തത് ഈ ഐറ്റത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുമ്പേ ചേട്ടൻ ബില്ല് ചെയ്യാൻ പോയി. പിന്നെ ഇതും വാങ്ങിച്ചുകൊണ്ട് നമ്മളും ബില്ല് ചെയ്യാനായിട്ട് പോയി. പിന്നെ മുകളിൽ ചെന്നിരുന്ന് കഴിക്കുകയായിരുന്നു. ഒരു വെറൈറ്റി ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ അല്ലേ. കിൻഡർ ജോയ് വാങ്ങിച്ച് അത് പറഞ്ഞില്ല. ഇതോ കിടക്കണ്.